ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഊട്ടിയിൽ തന്നെയുള്ള ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയുമാണ്. ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. രാവിലെ 9 മണിക്ക് തന്നെ ഇത് ഓപ്പൺ ആക്കും. കയ്യിൽ നമുക്കൊരു ബാൻഡ് കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. എൻട്രി ഫീ എന്ന് പറയുന്നത് 10 രൂപയേ ആവുന്നുള്ളൂ. ടീ ഫാക്ടറിയിലോട്ടാണ് പോകുന്നതെങ്കിലും നമുക്ക് ആദ്യം ചോക്ലേറ്റൊക്കെ നിർമ്മിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ചോക്ലേറ്റ് നിർമ്മിക്കുന്നതും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലാസിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നിന്ന് വേണം ഇതെല്ലാം കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതിനൊപ്പം തന്നെ അവർ നമുക്ക് ചെറിയൊരു പീസ് ചോക്ലേറ്റ് നമുക്ക് തരും. നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാവുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഗൈഡോ സ്റ്റാഫോ ഒന്നുമില്ല കേട്ടോ നമുക്കിതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരാനായിട്ടൊന്നും. പിന്നെ ഇവിടുത്തെ ചുവരിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ബോർഡ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എനിക്ക് ഇവിടെ വച്ചേക്കുന്ന ബോർഡൊക്കെ വായിച്ചിട്ട് കുറേയൊക്കെ മനസ്സിലായതല്ലാതെ നമുക്ക് കാര്യമായിട്ട് കണ്ടതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ടീയെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ഓരോ പ്രോസസ്സും നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഗൈഡും കാര്യങ്ങളൊന്നുമില്ല. ടീയിൽ തന്നെ ഗ്രീൻ ടീ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ളത് വേർതിരിക്കുന്നതും പിന്നെ പൊടി തേയില അല്ലാതെയുള്ള തേയിലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വേർതിരിക്കുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അവസാനം പാക്കിങ് വരെയുള്ള എല്ലാ സെക്ഷനുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തേയില ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ. ടീയെക്കുറിച്ചുള്ള A to Z ഹിസ്റ്ററിയാണ് ഈ ചുവറിലെല്ലാം വെച്ചേക്കുന്നത്. ഞാനൊരു ടീ ലവർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഏതായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ടീ തരും. ടീ തരുന്നത് ഇത് കുടിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തന്നെ ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏലക്ക ടീ ഉണ്ട്, പിന്നെ മസാല ടീ ഒക്കെയാണ് നമുക്ക് കുടിക്കാനായിട്ട് തന്നത്. ഇവർ നമുക്ക് തരുന്ന ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അതിന് പാലിൻ്റെ ആണോ എന്നെനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഞാൻ കുറച്ച് ടീ പൗഡറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാക്ടറിയിലാണ് വന്നത്. ടീ ഫാക്ടറി വന്നിട്ട് ടീ ഉണ്ടാക്കുന്ന കുറച്ച് പ്രോസസ്സൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ടീ വാങ്ങിച്ചിട്ടോ. ഏലക്ക ടീ വാങ്ങിച്ചു, പിന്നെ മസാല ടീ, ഇതൊക്കെയാണ് ഇവിടെയുള്ള സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫാക്ടറിയിൽ എങ്ങനെയാണ് നമ്മൾ തേയില ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഫാക്ടറി കാണാനുള്ളത്. പിന്നെ ഇവിടെ ചോക്ലേറ്റ് ഫാക്ടറിയും. ടീ ഫാക്ടറിയെ കണ്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇതുപോലെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ചോക്ലേറ്റൊക്കെ വാങ്ങിയത് ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നല്ല, മറ്റൊരു സ്ഥലത്തു നിന്നാണ്. അതാണ് ഈ കാണുന്ന ചോക്ലേറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ബോർഡ് വെച്ചിട്ടുള്ള ഈ ഷോപ്പ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതെടുക്കണം എന്തെടുക്കണം എന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട് എല്ലാത്തിനും കുറച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരുപാട് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എല്ലാം വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ്. പിന്നെ അതിൽ ചിലതൊക്കെ കളർ ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വ്യത്യാസങ്ങളേ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ അവിടെ തന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യാം. അങ്ങനെ ചോക്ലേറ്റൊക്കെ മേടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഏകദേശം ഒരു ഈവനിങ് ടൈം ആയി കേട്ടോ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ടൈമിംഗ് എന്ന് പറയുന്നത് 7 മണി തൊട്ട് 6:30 വരെയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വേഗം തന്നെ പോയി ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പേര് പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഗാർഡനാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 55 ഏക്കറോളം ഉണ്ട് ഈ ഗാർഡൻ എന്നാണ് പറഞ്ഞു കേട്ടത്. കുട്ടികൾക്ക് കളിക്കാനായാലും ചെടികളൊക്കെ ആസ്വദിക്കുന്നവരായാലും കാണാനായിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ റിലാക്സ് ചെയ്ത് വന്നിരിക്കാനും ഒക്കെ പറ്റിയ ഒരു ഇടം കൂടിയായിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. ഇവിടെ ചെടികൾ കൊണ്ട് ഇന്ത്യയുടെ ഒരു മാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിച്ചിട്ട് നമ്മളിവിടെ
ഊട്ടിയാണ്, അതുകൊണ്ടാണ് ന്യൂ ഇയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ഒത്തിരി പൂക്കളൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാ പൂക്കളുടെ ഫോട്ടോസൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ ടോട്ടലി ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് കണ്ടതിന് ശേഷം പോകാമെന്നുള്ള പ്ലാനിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി പൂവുണ്ട്. ഇതായി കാണുന്നത് ഒരു കുളമാണ്. അപ്പോൾ ഈ കുളത്തിൻ്റെ അകത്ത് ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുളമാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ ഫുൾ പച്ചപ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, ഫ്ലവേഴ്സ് കുറേയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.